ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമിസ്റ്ററിയുടെ രണ്ടാമത്തെ ബ്ലോക്കിൽ അവരുടെ മെയിൻ പേപ്പറായ ഹിസ്റ്ററി ഓഫ് കേരള പാർട്ട് 1 രണ്ടാമത്തെ ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ മലയാള നോട്ട്സ്, പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിലും അതുപോലെ നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. ആ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. തേർഡ് സെം മാത്രമല്ല, ഫസ്റ്റ് മുതൽ തേർഡ് സെം വരെയുള്ള വിവിധ സബ്ജക്റ്റുകളുടെ നോട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് അറേബ്യൻ സീ ആൻഡ് ഓവർസീസ് കോണ്ടാക്ട്സ് എന്ന്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് നമുക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ചയെ സ്വാധീനിച്ച ഘടകങ്ങളെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ചയെ സ്വാധീനിച്ച ഘടകങ്ങൾ? ഒന്നാമത്തത് ഭൂമിശാസ്ത്രപരമായ അതിൻ്റെ ഘടനയാണ്, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടന. രണ്ടാമത്തത് വ്യവസായവും വ്യാപാരവും. പുരാതന കാലം മുതൽ തന്നെ കേരളം വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നല്ലോ. അപ്പം അങ്ങനെയുള്ള വ്യവസായവും വാണിജ്യവും. മൂന്നാമത്തത് മതങ്ങളാണ്. ഹിന്ദുമതം, ജൈനമതം, ക്രിസ്തുമതം, ഇസ്ലാം തുടങ്ങിയ ധാരാളം മതങ്ങൾ കേരളത്തിലെ പാരമ്പര്യ സഹകരണത്തോട് കൂടിയിട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നാലാമത്തെ ഘടകം ഭാഷയും സാഹിത്യവും. മലയാള ഭാഷയുടെ വളർച്ചയും അല്ലെങ്കിൽ അതിനെ സ്വാധീനിച്ച സാഹിത്യ വികസനവും ഒക്കെ കേരളത്തെ സാംസ്കാരിക വികസനത്തെ ശക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭാഷയും സാഹിത്യവും. അഞ്ചാമത്തത് കലകളും നാടോടി പാരമ്പര്യങ്ങളുമാണ്. കലകളും നാടോടി പാരമ്പര്യം, നാടോടി കലകൾ, നാടോടി പാട്ടുകൾ, നാടൻ കളികൾ, നാടൻ തെയ്യങ്ങൾ തുടങ്ങിയ ഗ്രാമീണ ജീവിതത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ പറയപ്പെട്ട കലാരൂപങ്ങളൊക്കെ കേരളത്തിലെ ഗ്രാമീണ ജീവിതത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കഥകളി, കൂത്ത്, തുള്ളൽ, മോഹിനിയാട്ടം തുടങ്ങിയ ശാസ്ത്രീയ കലാരൂപങ്ങൾ കേരളത്തിൻ്റെ സാംസ്കാരിക തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ആറാമത്തത് വിദ്യാഭ്യാസവും സാമൂഹിക നവോത്ഥാനവുമാണ്. വിദ്യാഭ്യാസവും സാമൂഹിക നവോത്ഥാനം എന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ടിൽ നടന്ന സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒന്നാണ്. ആശയങ്ങൾ പിന്നെ അതായത് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വൈക്കം മുഹമ്മദ് ബഷീർ, കേശവ മേനോൻ തുടങ്ങിയവരുടെ രചനകൾ സമൂഹത്തെ ഉണർത്തിയിട്ടുണ്ട്. അവരുടെ രചനകൾ, അവരുടെ കൃതികൾ സമൂഹത്തെ ആധുനികപരമായ രീതിയിൽ ഉണർത്തുന്നതിന് സഹായകമായിട്ടുണ്ട്. പിന്നെ അംഗീകരണ സാന്ദ്രമായ സാമൂഹിക വ്യവസ്ഥ, അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ സമൃദ്ധമായ സാംസ്കാരിക പാരമ്പര്യം. അതാണ് അംഗീകൃത സാന്ദ്രമായ സാമൂഹിക വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. കേരളത്തിൽ സ്ത്രീകൾ, പിന്നോക്ക വർഗ്ഗങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം, കലാ, സാഹിത്യം എന്നിവയിൽ സജീവമായി പങ്കെടുക്കുന്നതിന് അവർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു സംസ്ഥാനമാണ്. ആ നിലയ്ക്ക് ഇത് സാംസ്കാരിക വൈവിധ്യത്തെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല സാമൂഹിക, ആത്മീയ, സാമ്പത്തിക ഘടകങ്ങളാണ് ഇതിനെ സ്വാധീനിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ സമൃദ്ധമായ സാംസ്കാരിക പാരമ്പര്യത്തെ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. ഇത്രയാണ് അതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഇതിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം എന്ന് വെച്ചാൽ ദ്രാവിഡ സംസ്കാരത്തിലെ ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും സ്വാധീനമാണ്. അതായത് ദ്രാവിഡ സംസ്കാരത്തിൽ ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും സ്വാധീനം. ദ്രാവിഡ സംസ്കാരത്തിൽ ആദ്യം നമ്മൾ ജൈനമതത്തിൻ്റെ സ്വാധീനം നോക്കാം. സാമൂഹിക സാംസ്കാരിക സ്വാധീനമാണ് ആദ്യത്തത്. എന്ന് വെച്ചാൽ ജൈനമതം അഹിംസയെ ഏറ്റവും പ്രധാനമാക്കിയ ഒരു മതമാണ്. ഇത് ദ്രാവിഡ സമൂഹത്തിൽ അഹിംസധാരണകളും അതുപോലെ ശുദ്ധിമാനങ്ങളായ ജീവിതശൈലികളും വളർത്താൻ സഹായകമായി. ആഹാരശീലങ്ങളും സന്മാർഗവുമായ ജീവിത രീതിയും ജൈനമതത്തിൻ്റെ സ്വാധീനത്താൽ സമൂഹത്തിൽ ഉണ്ടായി. ഇനി മറ്റൊന്ന് പറയുന്നത് ജൈനമതത്തിൻ്റെ തന്നെ സാഹിത്യപരവും ഭാഷാപരവുമായ സ്വാധീനം. ജൈനമതത്തിൽ വരുന്നതാണ് കേട്ടോ, സാഹിത്യപരവും ഭാഷാപരവുമായ സ്വാധീനം. തമിഴ് സാഹിത്യത്തിലെ ജൈവ പണ്ഡിതന്മാർ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ചിലപ്പതികാരം, മണിമേഖല, അതുപോലെ വളയപതി, അതുപോലെ കുന്തലകേശി പോലെയുള്ള സംസ്കൃതം, തമിഴ് ഭാഷകളിലെ മഹാകാവ്യങ്ങൾ ജൈനരിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ജൈന പണ്ഡിതന്മാർ തമിഴ് ഭാഷയുടെ വികസനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ജൈനമതത്തിൽ തന്നെ കലയിലും ശില്പകലയിലുമുള്ള സ്വാധീനം. ജൈനരുടെ ക്ഷേത്രകലയിലും ശില്പകലയിലുമുള്ള കഴിവ് ദക്ഷിണേന്ത്യയിലെ മലയോര ഗുഹാക്ഷേത്രങ്ങളിൽ നമുക്കിന്നും കാണാൻ കഴിയും. അപ്പോൾ അത്യധികം ലാളിത്യമുള്ള ശില്പങ്ങൾ ജൈനമതത്തിൻ്റെ ആലോചനാ ശൈലി പ്രദാനം ചെയ്യുന്ന ശില്പങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. ഇത്രയാണ് ദ്രാവിഡ സംസ്കാരത്തിലെ ജൈനമതത്തിൻ്റെ സ്വാധീനം. ഇനി നമുക്ക് ദ്രാവിഡ സംസ്കാരത്തിൽ രണ്ടെണ്ണം നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത് ബുദ്ധമതത്തിൻ്റെ സ്വാധീനം കൂടി പറയും. അപ്പോൾ ഈ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം നോക്കാം.
അത് ആദ്യം പറയുന്നത് എന്താണ്? സാമൂഹിക സ്വാധീനം തന്നെയാണ്. ബുദ്ധമതം ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്തിയ ആദ്യത്തെ മതങ്ങളിൽ ഒന്നാണ്. ഇത് ദ്രാവിഡ സമൂഹത്തിൽ സമത്വം, സാഹോദര്യം തുടങ്ങിയ മൂല്യങ്ങൾ വികസിപ്പിച്ചു. ഏത്? ബുദ്ധമതം. അതുപോലെ സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ബുദ്ധമതം വിദ്യാഭ്യാസവും ആത്മീയതയും നൽകാൻ വേണ്ടിയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി ബുദ്ധമതത്തിൽ വരുന്ന രണ്ടാമത്തെ പോയിൻ്റാണ് എന്ത്? സാഹിത്യവും ഭാഷയും. സാഹിത്യവും ഭാഷയും. പാലി ഭാഷയിലൂടെയും തദ്ദേശീയമായ ഭാഷകളിലൂടെയും ബുദ്ധ പണ്ഡിതന്മാർ ധർമ്മബോധങ്ങൾ പ്രചരിപ്പിച്ചു. തമിഴ് കവികളും അതുപോലെ സ്തുതിപാഠങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ അതിനെ ആധാരമാക്കിയിട്ട് രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ബുദ്ധമതത്തിൽ വരുന്ന മറ്റൊന്നാണ് കലയും ശില്പകലയിലുമുള്ള സ്വാധീനം. കലയിലും ശില്പകലയിലുമുള്ള സ്വാധീനം. ബുദ്ധസ്തൂപങ്ങൾ, വിഹാരങ്ങൾ, ബുദ്ധപ്രതിമകൾ എന്നിവ ദക്ഷിണേന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ കാണാൻ കഴിയും. അമരാവതി, നാഗാർജുന കൊണ്ട, കാഞ്ചീപുരം തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ബുദ്ധമതം വളരെ ശക്തമായിരുന്നു. അവിടങ്ങളിലെല്ലാം ഇത്തരം പറയപ്പെട്ട നിർമ്മിതികൾ ധാരാളം കാണാനും കഴിയുന്നു. അങ്ങനെ ജൈനമതവും ബുദ്ധമതവും ദ്രാവിഡ ഭൂമിയിലെ മതപരമായ മനോഭാവങ്ങൾ, കലാരൂപങ്ങൾ, സാഹിത്യ വികസനം, അതുപോലെ തന്നെ സാമൂഹിക പാരമ്പര്യം എന്നീ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നീട് ഹിന്ദുമതം ശക്തിപ്പെട്ടതോടെ ഈ മതങ്ങൾ ദക്ഷിണേന്ത്യയിൽ തകരുകയും ഉന്മൂലനം ചെയ്യപ്പെടുക, അതായത് ഇല്ലാതായി തീരുകയും അവരുടെ സാന്നിധ്യം തന്നെ കുറയുകയും ചെയ്തു. എങ്കിലും അവരുടെ സാംസ്കാരിക സംഭാവനകൾ എന്നും ദ്രാവിഡ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവരുടെ നിർമ്മിതികളൊക്കെ നമുക്ക് ഈ പ്രദേശങ്ങളിൽ ഇന്നും ഇപ്പോഴും ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിന് രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ചയെ സ്വാധീനിച്ച ഘടകങ്ങൾ പറഞ്ഞല്ലോ. ഏതൊക്കെയാണ്? ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളുണ്ട്, പിന്നെ വ്യാവസായികവും വ്യാപാരപരവുമായ ഘടകങ്ങളുണ്ട്, മതപരമായ ഘടകങ്ങളുണ്ട്, പിന്നെ ഭാഷയും സാഹിത്യവും ഒരു പ്രധാന ഘടകമാണ്, പിന്നെ കലയും നാടോടി പാരമ്പര്യങ്ങളും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്, വിദ്യാഭ്യാസവും സാമൂഹിക നവോത്ഥാനവും ഒരു ഘടകമാണ്, പിന്നെ ശക്തമായ അല്ലെങ്കിൽ സമൃദ്ധമായ സാംസ്കാരിക പാരമ്പര്യം. അതിനാണ് എന്ത് പോയിന്റ് കൊടുത്തിട്ടുള്ളത്? അംഗീകരണ സാന്ദ്രമായ സാമൂഹ്യ വ്യവസ്ഥ എന്നൊരു പോയിന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് എന്ത് കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ചയെ സ്വാധീനിച്ച ഘടകങ്ങൾ. പിന്നെ ഒന്ന് വരുന്നത് എന്താണ്? ദ്രാവിഡ സംസ്കാരത്തിൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ ദ്രാവിഡ സംസ്കാരത്തിൽ ജൈനമതവും ബുദ്ധമതവും ചെലുത്തിയ സ്വാധീനം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബുദ്ധമതത്തിൻ്റെ വേറെ എടുത്ത് പറയണം, ജൈനമതത്തിൻ്റെ വേറെ എടുത്ത് പറഞ്ഞുകൊണ്ട് അതിന് ആൻസർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോദിച്ചത് നമ്മളെ യൂണിറ്റിൻ്റെ പേര് എന്തായിരുന്നു? അറേബ്യൻ സീ ആൻഡ് ഓവർസീസ് കോണ്ടാക്ട്സ് എന്നുള്ള ഉണ്ടോ. അപ്പോൾ അതിൽ വരുന്ന ഈ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കുക. എസ് എ ആയിട്ട് അത് ചോദിച്ച് കാണുന്നില്ല. അപ്പോൾ 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ. പിന്നെ 1 വേർഡുകൾ വരാം കേട്ടോ. ആ 2 ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിച്ചു വെച്ചാൽ ആ ഒരു യൂണിറ്റിൻ്റെ ഫുള്ള് ഭാഗം കവർ ചെയ്തു കേട്ടോ. ഇത്രയാണ് അതിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക്സ്.